ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് കേശു ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ അമ്മയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ ബൈക്കിൽ പോകുന്നുണ്ട്. ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ ക്ലിപ്സ് കാണിക്കാം. എൻ്റെ കോളേജിലത്തെ എൻ്റെ ബെസ്റ്റി റൂംമേറ്റ് ബെൻസി, ഞാൻ കുറേ നാളിന് ശേഷമാണ് അവളുടെ വീട്ടിൽ പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ. ഹലോ ഗൈസ്, ഞങ്ങൾ ബെൻസിയുടെ വീട്ടിലെത്തി. അപ്പം ബെൻസി ഇപ്പം ഞാൻ വിളിക്കാൻ പോവാ. കേശു ബാക്ക് ക്യാമിൽ എടുത്തു തരണം കേട്ടോ, ബെൻസിയുടെ റിയാക്ഷൻ. ബെൻസി ബെൻസി കായലുപോൽ തോന്നും മോമൽ കണ്ണാണ്, മുടിക്കാർ മൂക്കിലും തോൽക്കും നാടൻ ചേലാണ് കൊണ്ടേ പോ. ഹലോ ഗൈസ്, ബെൻസി എൻ്റെ കോളേജിലത്തെ എൻ്റെ ഫ്രണ്ടാണ്, റൂംമേറ്റ് ആണ്. ഞാൻ ഇവിടെ വന്നിട്ട് ബെൻസിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു എത്ര വർഷമായി കാണും. ബെൻസി വരട്ടെ, ഞാൻ പറയാം കേട്ടോ. ബെൻസിയുടെ ബേബിയാണിത്. ഹായ് പറഞ്ഞ വ്ളോഗിൽ. ബെൻസി നീ ഉണ്ടാക്കിയാണോ? ഇപ്പൊ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? UKG ആയോ? ഇത് ആരാന്നറിയോ? ഒരു ഹായ് വന്നേ. ഹായ് എന്ന് പറ. ആ ഓക്കെ, ഗുഡ് ബോയ്. മായക്കാത്തെ നില്ല് നില്ല്, ചിത്തിര കയ്യിലെന്തുണ്ട്, അത്തിമരത്തിലെ കൊച്ചുകിളിക്കൂട്ടിൽ പുള്ളിക്കുയിൽ കുഞ്ഞു കൊഞ്ചും കുറുമൊഴി. ഹലോ ഗൈസ്, അപ്പം ഞാൻ ബെൻസിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം എൻ്റെ അമ്മയുടെയൊക്കെ വീട്ടിൽ, നമ്മുടെ തറവാട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് രണ്ടും ആക്ച്വലി അടുത്തടുത്താണ്. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് പ്രോപ്പറായിട്ട് ഇൻ്റർവ്യൂ ഒന്നും എടുക്കാൻ പറ്റാഞ്ഞുകൊണ്ട് ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റിയില്ല. ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. അപ്പോൾ ബെൻസിയെ കണ്ടത് എനിക്കൊരു മെമ്മറബിൾ, എൻ്റെ കോർ മെമ്മറിയിൽ ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആണ്. ഇപ്പം അതിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ അമ്മയുടെ കുടുംബ വീട്. അപ്പം ഇവിടുത്തെ ഒരു വ്ളോഗ്സിലൊന്നും ഞാൻ ഇവിടുത്തെ അങ്ങനെ ബിറ്റ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ എല്ലാവരും ഒരു ഫാമിലി ഒരു മീറ്റപ്പാണ്. ജസ്റ്റ് ഇന്ന് ഇവിടുന്ന് ഒരു ലഞ്ചൊക്കെ കഴിച്ച് എല്ലാവരും കൂടെ ഒന്ന് കൂടാനായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഇവിടെ മാമനുണ്ട്, മാമിയുണ്ട്, പിന്നെ ഓൾറെഡി വല്യമ്മച്ചിയും എൻ്റെ നീസസും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ അവരെല്ലാവരെയും കാണിക്കാം. ഹായ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ തറവാട്ടിലെ വീട്. താനു ഹായ്. ഹായ് കുഞ്ഞലക്ഷ്മി ഹായ്. ഓ വല്യമ്മച്ചി ഹായ്. അപ്പോൾ ഈ വീട്ടിലെ എൻ്റെ കസിനാണ്, ഇതുവരെ എൻ്റെ വ്ളോഗ്സിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്ത സായുജ്യ സുഗന്ധൻ വിത്ത് ഹെർ ബേബീസ്. ക്യൂട്ട്, ദാറ്റ് ക്യൂട്ടീസ് ഋതു. ഋതു ഹായ്. പ്ലസ് നമ്മുടെ മാമി, നമ്മുടെ കുടുംബത്തിലെ തലമൂത്ത അംഗം. ഇതാണ് എൻ്റെ മാമി. യെസ്. അപ്പോൾ ഇത് വല്യമ്മച്ചി. അപ്പം നമ്മൾ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് നമ്മളൊരു ചെറിയൊരു ഗെറ്റ് ടുഗദർ അല്ലേ? യെസ്. ഇതൊരു തനുവിന്റെ എൻ്റെ ഡാൻസ് ഉണ്ട് ഇന്നല്ലേ? ഹലോ. അപ്പൊ ഇതാണ് മാമൻ. മാമനെ ഇതുവരെ ഞാൻ വ്ളോഗിലൊന്നും കാണിച്ചിട്ടില്ല. അപ്പൊ മാമൻ ഞങ്ങളുടെ യൂട്യൂബിൽ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു വ്യക്തിയാണ്. അതെ, കുറച്ച് ബിസിയാണ്. അപ്പം വളരെ ബിസിയുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ ഇത് എൻ്റെ അമ്മയുടെ മൂത്ത ബ്രദറാണ്, എൻ്റെ വലിയ മാമനാണ്. നമ്മൾ കുടുംബ വീടാണിത്. അപ്പൊ ഞങ്ങൾ ഇതുവരെ വ്ളോഗിൽ ഇത് ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ളൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഇതൊരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് ഫുൾ പ്ലാനിലാണ് വന്നത് വ്ളോഗ് എടുക്കണമെന്ന്. അപ്പൊ മാമ എന്താ എന്നെ പറ്റിയും കേശിനെ പറ്റിയും ഒരു ഓർമ്മ? ഇപ്പം നിങ്ങളെ പറ്റി എന്ത് പറയാനാ, നിങ്ങൾ എന്റെ ചങ്കിന്റെ രണ്ട് ഭാഗമല്ലേ. ഹൈലൈറ്റ്. ഏറ്റവും നന്നായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഇളയ സഹോദരിയുടെ രണ്ട് അരുമകളാണ് നിങ്ങൾ. സത്യം. ഇപ്പൊ നിങ്ങൾക്ക് റിലേഷൻ മനസ്സിലായല്ലോ. അപ്പൊ മാമ അമ്മയെ പറ്റി ഒരു ഓർമ്മ. ഇപ്പൊ മാമൻ എന്തുവാ എന്റെ അമ്മയെ പറ്റി ഒരു ഓർമ്മ ഒറ്റ വാക്കില്? അമ്മയെ പറ്റി പറയാനാണെങ്കിൽ അവൾ എൻ്റെ മോളാ, ഏറ്റവും ഇളയ മോൾ. ഓക്കെ. കാരണം ഞങ്ങളുടെ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു പോയതാണ്. അച്ഛൻ മരിക്കുമ്പോൾ അച്ഛന് വെറും 41 വയസ്സ്. എൻ്റെ ഉള്ളിലെ പെങ്ങള് അച്ഛൻ്റെ ഓർമ്മയുണ്ടോ ഇല്ലയോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമായിരുന്നു. അത്ര കുഞ്ഞായിരുന്നു. അപ്പം ഞാനാണ് അവളെ വളർത്തിയത്. എനിക്ക് അവൾ മകൾക്ക് തുല്യം.
കുളം അവിടെയാ. കേശു ഞങ്ങൾ കുളം കാണാൻ പോണേ. കുഞ്ഞുലക്ഷ്മി വരട്ടെ, ബാ ബാ. ഇതേ വാട്ടർ ലില്ലി. അങ്ങനെ വിരിപ്പിക്കല്ലടാ, തന്നെ വിരിയണ്ടേ. യെസ്, ആക്ച്വലി നല്ല വെയിലുണ്ട് ഗൈസ്. ലക്ഷ്മി ചേച്ചി ഞങ്ങൾ കുളം കാണാൻ പോവാ. ഓക്കെ ആണോ? മീനുണ്ടോ തനൂസ് ഇതില്? ഗൈസ് കുളം കണ്ടോ? ആക്ച്വലി പണ്ടൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ വീടുകൾക്കെല്ലാം ഓരോ കുളം ഉണ്ട്. ആക്ച്വലി നമുക്കത് നിങ്ങളുടെയൊക്കെ സ്ഥലത്തുണ്ടോ എന്ന് അറിയത്തില്ല. നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു വീടിനൊരു കുളം അങ്ങനത്തെയൊക്കെ ഒരു സെറ്റപ്പ്. അത് ഭയങ്കര നൊസ്റ്റാൾജിയാണ്. ഒരു നാട്ടുമ്പുറത്തൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് അതിന്റെ ഒരു വൈബ് മനസ്സിലാവും. കൊറേ ട്രീസ് ഉണ്ട്. ഇതെന്താ തനു? ആണോ? ഇതിലൊരു ഫ്രൂട്ട് ഉണ്ടടാ. ഇതേ ഒരു ഫ്രൂട്ട്. ഇതേ തനു കുഞ്ഞുലക്ഷ്മി. ഇതേ പാടില്ല. ഈ ഫ്രൂട്ട് എന്താ അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. നമ്മൾ വീടിന്റെ ബാക്കിലുള്ള പറമ്പിൽ നിൽക്കുവാണ്. വീടിന്റെ ബാക്കിലെ പറമ്പ് എനിക്ക് എപ്പോഴും ഇവിടെ വരുമ്പോൾ ഒരു ഭയങ്കര മെമ്മറിയാണ്. കാരണം കുഞ്ഞിലെയൊക്കെ നമ്മൾ അമ്മയൊക്കെ ആയിട്ട് എപ്പോഴും വരുമായിരുന്നു. ഇപ്പോഴും വരാറുണ്ട്. എന്നാലും ഇപ്പോൾ വരുമ്പോൾ വേറെ മെമ്മറീസാണ്. കാരണം നമുക്ക് കസിൻസിൻ്റെ ഒക്കെ കുഞ്ഞുങ്ങളൊക്കെ ആയി അല്ലേ. നമ്മൾ ഈ ഒരു പരുവമുള്ളപ്പോൾ തൊട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണിത്. ഇപ്പം നമ്മുടെ സ്ഥലമൊക്കെ കാണിച്ചു തരുന്നത് നമ്മുടെ വാവകളാണ്. Actually prepare it full cycle help ചെയ്തോ? No. മാമി മാമി. Oh my god. Actually ഞങ്ങൾ ലഞ്ച് ടൈം ആയി. അപ്പൊ മാമിയുടെ പ്രിപ്പറേഷൻ ആണിത്. അപ്പൊ മാമിക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. മാമി ഇപ്പം സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാമി ഇന്നലെ രാത്രി ഇത് മേടിച്ചോ? ഇങ്ങോട്ട് വരാ. ഇവിടെ പറയുന്നത് ഇന്നലെ രാത്രി ഞങ്ങളുടെ ഇവിടെ കഴിക്കാൻ പോലും വന്നില്ല. ചോദിച്ചാൽ നാത്തുനാര് വരുന്നതുകൊണ്ട് പ്രിപ്പറേഷൻ കൂടുതലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നാത്തുനാര് വരുന്നതുകൊണ്ട് ഇപ്പഴേ സോപ്പിടുക. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചു. അപ്പം ഞങ്ങൾ ലഞ്ച് ബ്രേക്കാണ്. അപ്പം കുഞ്ഞുലക്ഷ്മിക്ക് ചോറ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുഞ്ഞുലക്ഷ്മി ദോശ കഴിക്കാൻ പോവാ അല്ലേ. അതുമായി നിൽക്കുകയാണ് ലക്ഷ്മി. സജന പ്രത്യേക ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ നോട്ട് ഇറ്റ്. ഓക്കെ, കുഞ്ഞുലക്ഷ്മിക്ക് ഇതേ ഇവിടെ ഇരിക്കാൻ. ഓക്കെ, അപ്പം തനൂസിന്റെ ലഞ്ച് ടൈം കഴിഞ്ഞു. ഇനിയിപ്പോൾ തനൂസ് ബ്രേക്കിലാണ്. കുഞ്ഞുലക്ഷ്മി കട കളിക്കുവാണ് ഗൈസ്. നോക്കൂ. ഓക്കെ കുഞ്ഞുലക്ഷ്മി, എനിക്ക് 1 കിലോ തക്കാളി. ഹോട്ടലാണോ ഉള്ളോ? ചുന്ദരി നീ ചൂളമിടാൻ പോര്, പകലിലെ പൊൻവെയിലെ താളമിടാൻ